ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് BJP-യുടെ ബൂത്ത് ഓഫീസിൽ നിന്ന് 6 ലിറ്റർ മദ്യം പിടിച്ചു. BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. BJP കൗൺസിലർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആറ്റുകാൽ കൗൺസിലർ വനിതയാണ്, അവരവിടെ ഉണ്ടായിരുന്നു. BJP-യുടെ ഓഫീസിൽ എന്തായാലും മദ്യ കച്ചവടവും ഇല്ല, അതിനുള്ള ലൈസൻസും ഇല്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേമത്താണ്. നേമത്ത് തിരഞ്ഞെടുപ്പ് ചൂട്, ഈ വോട്ടെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ആരോപണം വരുന്നു. ഈ പറയുന്നത് പോലെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പണം ഇറക്കുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയുന്നതിന് മുന്നെയാണ് ഇന്ന് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, നേമത്തേക്ക് വരുമ്പോൾ സമാന രീതിയിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് പണത്തിന് പകരം മദ്യം എന്നുള്ള രീതിയിലാണ് ആരോപണം വരുന്നത്. മദ്യം ഒഴുക്കുന്നുണ്ട്, BJP ഇവിടെ മദ്യം ഒഴുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം LDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കും അറിയില്ല. അപ്പൊ ഒരു ആരോപണ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോ ശരിക്കും എന്താണ് നിലവിൽ ഇവിടുത്തെ ആരോപണം? ഇത്തരത്തിൽ മദ്യം ഒഴുക്കുന്നുണ്ടെന്നൊരു ആരോപണം ഉയരുന്നു. എന്താണ് പിന്നിലെ സത്യാവസ്ഥ? ഇവിടെ BJP-യുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന രാജേഷ് എന്ന് പറയുന്ന ഒരാള് മേടമുക്കിലെ BJP-യുടെ ബൂത്ത് കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് ഏകദേശം 336 ലിറ്റർ മദ്യം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോയി പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ എക്സൈസ് പറയുന്നത് 6 ലിറ്റർ മദ്യം മാത്രമേ പിടിച്ചിട്ടുള്ളൂ എന്ന്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏകദേശം 336 ലിറ്റർ മദ്യം അവിടെ ആ ബൂത്ത് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്നുവെന്നും അത് നിയമനിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമനിയോജക മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ മദ്യവും അതുപോലെ തന്നെ കാശ് ഒഴുക്കുകയാണ്. അങ്ങനെ സൂക്ഷിച്ചിരുന്ന മദ്യമാണ്. ഇപ്പോ 3 ലിറ്ററിന് മേളിൽ മദ്യം വയ്ക്കാൻ പാടില്ല എന്ന അബ്കാരി നിയമം അനുസരിച്ച് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇലക്ഷൻ കമ്മീഷനോടും അതുപോലെ തന്നെ കേരള പോലീസിനോടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് BJP-യുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലെ തന്നെ അദ്ദേഹം നോമിനേഷൻ പേപ്പർ സമർപ്പിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ 500 കോടി രൂപ വരുന്ന ആസ്തി അപ്പോൾ മറച്ചു വെച്ചു. അപ്പൊ തുടക്കം മുതൽ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പണവും മദ്യവും ഒഴുക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാണ്. ഇടയ്ക്ക് ഞാൻ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ ഒരു പരാതി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ഇലക്ടറൽ ഓഫീസർക്കും കൊടുത്തിരുന്നു. ഞങ്ങളതിൽ സൂചിപ്പിച്ചത് 4 വലിയ ബാഗ് നിറച്ച് പണം RMS തമ്പാനൂർ RMS വഴി ഇവിടെ എത്തി. അത് ഇവിടെ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള പണമായിരുന്നു. ആ പണം പിടിച്ചെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ പണം കൊണ്ടുപോയ കാറിന്റെ നമ്പർ ഞങ്ങൾ പോലീസിന് കൊടുത്തു. പക്ഷെ ഇപ്പോ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ആ കാറിന്റെ നമ്പർ പരിശോധിച്ചപ്പോ അതൊരു സ്കൂട്ടറിന്റെ നമ്പർ ആയിരുന്നു. നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചാണ് അത് കൊണ്ടുപോയത്. ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇന്നലെ രാവിലെയാണ്. എന്നാൽ നിങ്ങൾ കണ്ടല്ലോ, പാലക്കാട് BJP-യുടെ നേതാവ് ശോഭാ സുരേന്ദ്രന് വേണ്ടി ആളുകൾക്ക് നേരിട്ട് പൈസ കൊടുക്കുന്നത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ മനസ്സിലാക്കിയല്ലോ, കേരളത്തിൽ ആകമാനം BJP പണവും മദ്യവും ഒഴുക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വ ശ്രമം നടത്തുന്നതാണ്. അത് ഇടതുപക്ഷത്തിനകത്ത് മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ അതിനെ പരമാവധി ചെറുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇലക്ഷൻ കമ്മീഷനും പോലീസും എക്സൈസും ഇത് ചെറുത്തുകൊണ്ട് ന്യായവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന്. ചേട്ടനിപ്പോ പറഞ്ഞതിൽ തന്നെയുണ്ട് ആരോപണം എന്നുള്ളൊരു വാക്ക്. അതായത് ഈ പറയുന്നതിന് തെളിവ് വേണമല്ലോ. എന്താണ് ഈ ആരോപണത്തിന്റെ ഒരു തെളിവ്? തെളിവ് ഉണ്ടല്ലോ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ പോയി പിടിച്ചു. 6 ലിറ്റർ മദ്യം രാജേഷ് എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തു. നേടമുക്കിലെ BJP ഓഫീസിൽ നിന്ന് മദ്യം പിടിച്ചു. എന്നിട്ട് പോലീസിലുള്ള ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഇടപെടൽ മൂലമാണ് അതിൽ വ്യാപകമായി ഉണ്ടായിരുന്ന മദ്യത്തെ ഒഴിവാക്കി 6 ലിറ്റർ മാത്രമാക്കിയത് എന്ന് അവിടെ ദൃക്സാക്ഷികളായ ആളുകൾ ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇത്രയും മദ്യം പിടിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു? ഇത്രയും മദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നത് അറിഞ്ഞിരുന്നു? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നീട് ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് പോയതിനു ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റുകാൽ വാർഡിലെ BJP കൗൺസിലറും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത് പിടിക്കുമ്പോൾ അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. വ്യാപകമായ രീതിയിൽ ഒരു ആരോപണമല്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത് പിടിച്ചെടുക്കുകയും ഇവരുടെ പ്രവർത്തകന്റെ പേരിൽ കേസെടുക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തല്ലോ. അതൊന്നും ആരോപണമായി വരില്ലല്ലോ. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട്
രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ നടപടിയിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അതെന്താണ് സംഭവിച്ചെന്ന് കേരള സർക്കാർ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇത്രയും വ്യാപകമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പട്ടിക മറിക്കത്തക്ക രീതിയിലുള്ള മദ്യം അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ അവർ ചെയ്തതെന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം. അപ്പോ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്തു. ഇലക്ഷൻ കമ്മീഷന് ഇലക്ടറൽ ഓഫീസർക്കും എല്ലാം രേഖാമൂലം ഞാൻ പരാതി കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പരാതി. അപ്പൊ നിലവിലുള്ള നടപടിയിൽ തൃപ്തനല്ല? അല്ല, ഒരിക്കലും തൃപ്തരല്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവ്വ ശ്രമമാണല്ലോ. അപ്പൊ തന്നെ നടപടി എടുക്കണമായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ പേരിൽ അവിടെ കേസെടുത്തതുപോലെ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ കേസെടുക്കണമായിരുന്നു. ഈ പറയുന്നത് പോലെ ബിജെപിയുടെ നേതൃത്വത്തില് ഇത് ഒരു പേടി കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി? അല്ല, ഈ പറയുന്ന ആരോപണമല്ലല്ലോ. ഇത് അവരുടെ ബൂത്ത് ഓഫീസിൽ നിന്ന് ആണ് പിടിച്ചത്. അവരുടെ പ്രവർത്തകനാണ്. അവരുടെ പ്രവർത്തകൻ രാജേഷ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കളിപ്പാങ്കുളം വാർഡിൽ നിന്ന് ഇതിന് തൊട്ട് രേഖാമൂലം ഇപ്പൊ ഇത്രയും ക്വാണ്ടിറ്റിയിലുണ്ട് എന്ന് കാണുന്നില്ലല്ലോ. കെട്ടിച്ചമച്ചതാണ് എന്നുള്ളൊരു അത് അവർക്ക് ഈ പറയുന്നത് പോലെ നേരിട്ട് കൊണ്ടുപോയി പൈസ കൊടുത്തത് CCTV ദൃശ്യങ്ങളിലെല്ലാം കാണിച്ച് നിങ്ങൾ വട്ടമിട്ട് മാധ്യമങ്ങൾ കാണിച്ചതിന് ശേഷവും അങ്ങനെ അല്ല എന്ന് പറയുന്നവരല്ലേ അവർ. അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ പറയുന്ന ആരോപണമല്ല. പോലീസ് അവിടെ നിന്ന് പിടിച്ചു. രാജേഷ് എന്ന BJP പ്രവർത്തകനെ പിടിച്ചു. മദ്യം പിടിച്ചു. 6 ലിറ്റർ മദ്യം പിടിച്ചു എന്ന് കമ്മീഷണർ എക്സൈസ് പറയുന്നു. അപ്പൊ തന്നെ അവിടെ നിന്ന് മദ്യം പിടിച്ചു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ BJP ഓഫീസിൽ. അത് എന്തിനായിരുന്നു അവർ പറയണ്ടേ? ഞങ്ങൾ പറയുന്നത് ഈ ക്വാണ്ടിറ്റി അല്ല. ശരി, 6 ലിറ്റർ ആകട്ടെ. അത് എന്തിനായിരുന്നു 6 ലിറ്റർ മദ്യം BJPയുടെ ബൂത്ത് ഓഫീസിൽ അവർ കൈവശം വെച്ചത് എന്നവർ പറയണ്ടേ? എന്തായാലും BJPയുടെ ഓഫീസിൽ മദ്യ കച്ചവടം ഇല്ലല്ലോ. BJPയുടെ ഓഫീസിൽ മദ്യ കച്ചവടം ഇല്ലല്ലോ. അപ്പൊ അവിടെ സൂക്ഷിച്ചെന്തിനായിരുന്നു? കയ്യോടെ റെഡ് ഹാൻഡഡ് ആയിട്ടല്ല അദ്ദേഹത്തെ പിടിച്ചത്. ഒരു പുനഃപരിശോധന തന്നെയാണ് തീർച്ചയായും. ഞങ്ങൾ ഇത് ശക്തമായിട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായാലും ശരി, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഒരു തർക്കവുമില്ല. ജയിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ പണവും മദ്യവും ഒഴുക്കി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്ന ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ ബീഹാറിലെയും രീതി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ഈ നടപടിക്കെതിരായി ഞങ്ങൾ ശക്തമായി പൊരുതുകയും ഇതിനെതിരായി നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും. തികച്ചും ജനാധിപത്യ വിരുദ്ധമല്ലേ? പണം കൊടുത്ത് വോട്ടർമാരെ കൈവശപ്പെടുത്തുന്നു, മദ്യം കൊടുത്ത് കൈവശപ്പെടുത്തുന്നു. ശരിക്കും ഇത് യോജിച്ച രീതിയാണ്. ജനാധിപത്യ വിരുദ്ധമെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ മദ്യം, പണം, മതചിഹ്നങ്ങൾ, സ്വാധീനം ഇതൊന്നും ഉപയോഗിച്ച് പൗരന്റെ ജനാധിപത്യാവകാശത്തെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായ നിയമം നിലവിലിരിക്കുകയല്ലേ. അതിനെ എല്ലാം കാറ്റിൽ പറത്തിയല്ലേ അവർ ചെയ്യുന്നത്. ഇവർ എല്ലാം കാറ്റിൽ പറത്തിയാണ് ഇവർ ചെയ്യുന്നത്. അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. മാത്രമല്ല, ഈ നിയമത്തെ വോട്ടർമാരെ അപമാനിക്കലാണ്. ഈ മദ്യം കൊടുത്ത് അവരെ വോട്ട് വാങ്ങിക്കാമെന്ന് അവരെ അപമാനിക്കുന്ന തരത്തിൽ കൂടിയുള്ളതാണ് ഇത്. ഞാൻ സൂചിപ്പിച്ചത് ഇത് ഈ മേടമുക്കിൽ മാത്രമല്ല, മറ്റൊരു സ്ഥലത്ത് മാത്രമല്ല, ഇത് വ്യാപകമായി ഈ പ്രദേശത്തുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോ ഞാൻ പട്ടയം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് പോയി പട്ടയം നിങ്ങൾക്ക് അവർ വാങ്ങിച്ചു തന്നില്ലല്ലോ, ഞങ്ങൾ വാങ്ങിച്ചു തരാം എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ പട്ടയം വാങ്ങിച്ചു തരുന്നത് മുമ്പായിട്ട് ആ ഒരു വീട്ടിൽ 20,000 രൂപ കൊടുക്കാമെന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട്. ഒരു വീട്ടിൽ 20,000 കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ നിരന്തരമായ ആരോപണം ഉന്നയിച്ചാൽ പറയും നിരന്തരമായ ആരോപണങ്ങൾ എന്ന് പറയും. ഇവിടെ അതല്ല. ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് BJPയുടെ ബൂത്ത് ഓഫീസിൽ നിന്ന് 6 ലിറ്റർ മദ്യം പിടിച്ചു. BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. BJP കൗൺസിലർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആറ്റുകാൽ കൗൺസിലർ വനിതയാണ്, അവരവിടെ ഉണ്ടായിരുന്നു. BJPയുടെ ഓഫീസിൽ എന്തായാലും മദ്യ കച്ചവടമില്ല, അതിനുള്ള ലൈസൻസും ഇല്ല. എന്തിനാണ് അവിടെ മദ്യം സൂക്ഷിച്ചതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനുണ്ട്. അവർ 6 ലിറ്റർ ആണെങ്കിൽ 6 ലിറ്റർ, ഞങ്ങൾ 326 എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്തായാലും ആരോപണം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താണോ സംഭവിക്കാൻ പാടില്ലാത്തത് അത് സംഭവിച്ചു എന്നാണ് ഇപ്പോ ഇദ്ദേഹം ജയിൽ കുമാർ എന്നാണ് പേര്. മാത്രമല്ല ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം, അല്ലെ? തീർച്ചയായിട്ടും വലിയൊരു ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ജനാധിപത്യ രാജ്യത്ത് ഓരോ വോട്ടർമാരെയും അപമാനിക്കുന്ന തരത്തിലാണ് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്തായാലും അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അന്വേഷണം ആവശ്യമാണ്. അധികാരികൾക്ക് മുൻപിലേക്കാണ് ഈ ഒരു വാർത്ത വരേണ്ടത്.